കേരളത്തിൽ BJP എ ക്ലാസ് മണ്ഡലം എന്ന് കരുതി മത്സരിക്കുന്ന ഏകദേശം 10ഓളം മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ മണ്ഡലങ്ങളും, അതുപോലെ തന്നെ ആറ്റിങ്ങൽ, കാട്ടാക്കട തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളും, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ രണ്ടാം സ്ഥാനം സുദൃഢമാക്കിയത് ആ മണ്ഡലങ്ങളിൽ വിജയത്തിനു വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം, അതിനുവേണ്ടി കേന്ദ്രത്തിൽ നിന്നും ധാരാളം ഫണ്ട് ഒഴുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം എന്നത് BJP മറ്റ് ചില ജില്ലകളിലെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അത് കേരളത്തിലെ മുഴുവൻ നേതാക്കളും ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയിലെ ഏതാനും ചില മണ്ഡലങ്ങൾ അവർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കായംകുളം എന്ന മണ്ഡലമാണ്. കായംകുളത്ത് മികച്ച രീതിയിലുള്ള വോട്ട് ഷെയർ നേടി എന്നതുകൊണ്ട് മാത്രമല്ല, അവിടുത്തെ സിറ്റിംഗ് MLA പ്രതിഭാഹരിയും ശോഭാ സുരേന്ദ്രനും രണ്ടും ഈഴവ നേതാക്കളാണ്. അപ്പോൾ അങ്ങനത്തെ ജാതി സമവാക്യം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. നമുക്കറിയാം BJPയിൽ രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായതോടുകൂടി, അദ്ദേഹത്തിനെതിരെയുള്ള കർണാടകയിലെ ഭൂമി അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി പ്രബല വിഭാഗം BJP വിട്ടുവോ എന്ന തോന്നൽ BJP നേതാക്കൾക്കിടയിലുണ്ടായി. അത് അവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഏതാനും ചില നേതാക്കൾ, BJPക്കുള്ളിലെ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ, കെ സുരേന്ദ്രനായാലും V മുരളീധരനായാലും ശോഭാ സുരേന്ദ്രനായിരുന്നാലും, ഇത്തരത്തിലുള്ള നേതാക്കൾ വീണ്ടും ശക്തമായി അവരവരുടേതായ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് BJPക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കി കൊടുക്കുക. 2021 അക്കൗണ്ട് പൂട്ടിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ CPIMുമായി ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇങ്ങനെയൊന്നും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കാൻ മാത്രമുള്ള വോട്ട് BJP എത്ര കടന്ന് പരിശ്രമിച്ചാലും കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാണ് ആ വോട്ട് ഷെയർ നേടിയത്? കൃത്യമായി CPIMന്റെ സ്ഥാനാർത്ഥി അല്ലായിരുന്നു എന്നതുകൊണ്ടും അവിടെ വോട്ട് മറിക്കാൻ വലിയ രീതിയിലുള്ള കാൽക്കുലേഷൻസ് നടത്തി എന്നുള്ളതും, പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ ചുമതല ഉണ്ടായിരുന്നത് MR അജിത് കുമാറിനാണ്. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവ വികാസമായിരുന്നു. PS സുനിൽകുമാറും റവന്യൂ മന്ത്രിയായ രാജനുമൊക്കെ അജിത് കുമാറിൻ്റെ വിഷയത്തിൽ നടപടി വേണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴിതാ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI നേതാക്കളെ കോനയടിക്കുകയാണ് CPIMന്റെ നേതാക്കൾ. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് BJPയെ അവരെ പരമാവധി വളർത്തിയാലും വേണ്ടില്ല, അധികാര തുടർച്ച നേടണം. കോൺഗ്രസ് ഇനി ഈ തവണയും വരരുത്, അതിനുവേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാണ്. നമുക്കറിയാം 2011 UDF അധികാരത്തിൽ വരുമെന്ന് സംശയമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ കേവലം 2 സീറ്റുകളുടെ പിൻബലത്തിലാണ് ആയത്. അന്ന് പിണറായി പല അഡ്ജസ്റ്റ്മെൻറ്റും നടത്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അന്നത്തെ CPIM വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. BJP വോട്ട് മറിച്ച് CPIM BJP കച്ചവടമാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം നടക്കുന്നത്.